പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള കേന്ദ്ര മന്ത്രിസഭാ യോഗം ഇന്ന് ചേരും. പാകിസ്ഥാനെതിരെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് ചർച്ചയായേക്കും. രാഷ്ട്രീയ കാര്യങ്ങൾക്കുള്ള കേന്ദ്ര മന്ത്രിസഭാ യോഗവും ഇന്ന് ചേരും. വിവരങ്ങളുമായി ആന്റണി ജെസ് ജോർജ് ആണ് ചേരുന്നത്. ആന്റണി, സൈന്യത്തിന് പൂർണ്ണ അധികാരം നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ ഉന്നതതല യോഗത്തിൽ ഇന്നത്തെ യോഗങ്ങളിലും കടുത്ത നടപടികൾ തന്നെ പ്രതീക്ഷിക്കാം, അല്ലേ? യും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമുക്കറിയാം, പാക് നിയന്ത്രണ രേഖയിൽ നമ്മുടെ കാശ്മീരിൽ നിയന്ത്രണ രേഖയിലടക്കം പാകിസ്ഥാന്റെ പ്രകോപനം ഇങ്ങനെ ശക്തമായി തന്നെ തുടരുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇന്നിപ്പോഴും അത്തരത്തിൽ പ്രകോപനം ഉണ്ടാകുന്നു. മാത്രമല്ല, ഈ പാക് മന്ത്രിമാരുടെ ഭാഗത്ത് നിന്നടക്കം അത്തരത്തിൽ ഭീഷണികൾ, ആണവായുധം അടക്കം പ്രയോഗിക്കുമെന്നുള്ള ഭീഷണികൾ പലപ്പോഴും തുടർച്ചയായി വരുന്നു. അതുപോലെ തന്നെ ഈ ജലം നൽകിയില്ലെങ്കിൽ യുദ്ധത്തിലേക്ക് നീങ്ങും, തിരിച്ചടിക്കുമെന്നുള്ള ഒരു തരത്തിലുള്ള ഭീഷണികളൊക്കെയാണ് വരുന്നത് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന്. അപ്പോൾ ഈ നടപടികളൊക്കെ ശക്തമാക്കി എടുത്തിട്ടും പാകിസ്ഥാൻ അതിൽ നിന്നൊന്നും പിന്നോട്ട് പോകാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഏറ്റവും നിർണായകമായ ഒരു യോഗം തന്നെയാണ് ഡൽഹിയിൽ ചേരുന്നത്. നമുക്കറിയാം, പഹൽഗാം ഭീകരാക്രമണം നടന്നിട്ട് രണ്ടാമത്തെ തവണയാണ് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള കേന്ദ്ര മന്ത്രിസഭാ യോഗം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്നത്. അന്ന് ഭീകരാക്രമണം നടന്ന അടുത്ത ദിവസം തന്നെ സൗദിയിൽ സന്ദർശനത്തിന് പോയിരുന്ന പ്രധാനമന്ത്രി അത് വെട്ടിച്ചുരുക്കി ഡൽഹിയിലേക്ക് മടങ്ങിയെത്തി ആ യോഗം വിളിച്ചു ചേർത്തിരുന്നു. അതിലാണ് ഏറ്റവും സുപ്രധാനമായ തീരുമാനമെടുക്കുന്നത്. പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിക്കാനും സിന്ധു നദീജല കരാർ റദ്ദാക്കാനും മരവിപ്പിക്കാനുമുള്ള തീരുമാനത്തിലേക്ക് ഇന്ത്യ എത്തിയത്. ഏതായാലും ഇനി എന്താണ് ഇന്ത്യയുടെ നടപടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനിയും പാകിസ്ഥാനെതിരെ കൂടുതൽ നടപടികളിലേക്ക് ഇന്ത്യ നീങ്ങുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇന്നത്തെ യോഗം അതുകൊണ്ട് തന്നെ ഏറ്റവും നിർണായകമായ ഒന്ന് തന്നെയാണ്. കൂടുതൽ നിയന്ത്രണങ്ങൾ പാകിസ്ഥാന് മേലിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ ഈ തിരിച്ചടി, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതും ചർച്ചയാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ 3 സൈനിക മേധാവികളുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിൽ പ്രധാനമന്ത്രി അവർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം തിരിച്ചടിക്കാൻ പൂർണ്ണമായ സ്വാതന്ത്ര്യം എപ്പോൾ എങ്ങനെ എന്നുള്ളത് സൈന്യത്തിന് തീരുമാനിക്കാമെന്നുള്ളതാണ് പ്രധാനമന്ത്രി അവർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അത്തരത്തിൽ സൈന്യത്തിന് പൂർണ്ണ അധികാരം കൂടി നൽകിയ ഒരു പശ്ചാത്തലത്തിലാണ് ഈ യോഗം ചേരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഏതായാലും പാകിസ്ഥാന്റെ ഈ പ്രകോപനങ്ങൾക്ക് ശക്തമായ മറുപടി തന്നെ ഇന്ത്യ ഉടനെ നൽകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഈ വെടിനിർത്തൽ കരാറടക്കം റദ്ദാക്കുന്നതൊക്കെ ഒരു ഘട്ടത്തിൽ ഇന്ത്യയുടെ പരിഗണനയിലുണ്ടായിരുന്നു. ഡൽഹിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി യോഗങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് നടക്കുന്നത്. ഇന്നലെ സൈനിക മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തി. കഴിഞ്ഞ ദിവസം പ്രതിരോധ മന്ത്രിയും പ്രധാനമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തി. അതിനു മുൻപ് പ്രതിരോധ മന്ത്രിയും സംയുക്ത സൈനിക മേധാവിയും ചർച്ച നടത്തി. അത്തരത്തിൽ പലതരത്തിലുള്ള റിപ്പോർട്ടുകളടക്കം പ്രധാനമന്ത്രിയുടെ പക്കലേക്ക് പ്രധാനമന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇന്ന് യോഗത്തിൽ വിശദീകരിക്കും. കൃത്യമായി തന്നെ ഒരു ചർച്ച ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകും. അതിന് അടിസ്ഥാനത്തിൽ പാകിസ്ഥാനെതിരെ മറ്റ് നടപടികളിലേക്ക് ഇന്ത്യ കടക്കുമെന്നുള്ള സൂചനകൾ തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. ഏതായാലും ഇന്ന് 11 മണിക്കാണ് ആ യോഗം വിളിച്ചിരിക്കുന്നത്. ഏറ്റവും നിർണായകമായ ഒരു യോഗമാണ് ഉള്ളത്. അതിനിടെ ഇപ്പോൾ RSSും കേന്ദ്ര സർക്കാരിന് പൂർണ്ണ പിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ള വാർത്തകൾ കൂടിയുണ്ട്. ആന്റണി, സിന്ധു നദീജല കരാർ റദ്ദാക്കിയതടക്കമുള്ള ചില നടപടികൾ നേരത്തെ ഇന്ത്യ സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ തുടർച്ച എങ്ങനെയായിരിക്കും എന്നു കൂടിയാണ് ഇപ്പോൾ ഇന്ത്യയും അതോടൊപ്പം തന്നെ പാകിസ്ഥാനും ഉറ്റുനോക്കുന്നത്. ഇന്നത്തെ യോഗത്തിൽ അതിന്റെ തുടർച്ച ഇനി എങ്ങനെ വേണമെന്നുള്ളതും കൂടിയായിരിക്കും തീരുമാനമാവുക, അല്ലേ? തീർച്ചയായിട്ടും നേരത്തെ ഏർപ്പെടുത്തിയ നടപടികൾക്ക് പിന്നാലെ ഈ പാകിസ്ഥാന്റെ പ്രകോപനം ഇങ്ങനെ തുടരുകയാണ്. ഇപ്പോഴും പാകിസ്ഥാൻ തിരിച്ചടിക്കുമെന്നുള്ള ഒരു തരത്തിലുള്ള പ്രതികരണമൊക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിയന്ത്രണങ്ങൾ കൊണ്ട് മാത്രം പോരാ, ഇങ്ങനെ ഒരു തിരിച്ചടി മാത്രം, നയതന്ത്ര തലത്തിലുള്ള തിരിച്ചടി മാത്രം പോരാ എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു അഭിപ്രായം, അല്ലെങ്കിൽ ഉയർന്നു വരുന്ന ഒരു ആവശ്യം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് പോവുക എന്നുള്ളതാണ്. ഇപ്പോൾ മരവിപ്പിക്കുക മാത്രമാണ് ഇന്ത്യ ചെയ്തിട്ടുള്ളത്, സിന്ധു നദീജല കരാർ. അപ്പോൾ അതിൽ കൂടുതൽ ശക്തമായ നടപടികളിലേക്ക് പോകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. പിന്നെയുള്ളത് ഈ തിരിച്ചടി എങ്ങനെയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ന് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു പ്രതികരണം എന്ന് പറയുന്നത് ഇങ്ങനെ ഇന്ത്യ ഉടനെ തിരിച്ചടിക്കുമെന്നുള്ളൊരു ഭയം തങ്ങൾക്കുണ്ട് എന്നുള്ള തരത്തിൽ പാകിസ്ഥാൻ പറയുന്നു. ഇക്കാര്യത്തിൽ UN ഇടപെടണമെന്ന് പാക് പ്രധാനമന്ത്രി
പ്രധാനമന്ത്രി UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിനോട് ആവശ്യപ്പെടുന്നു. അത്തരത്തിൽ പാകിസ്ഥാൻ ഭയന്ന് തുടങ്ങിയിരിക്കുന്നു. ഒരു തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉടനെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഇന്ന് യോഗം കൂടി ചേരുന്ന പശ്ചാത്തലത്തിൽ ആ ഭയം അവർക്ക് ഇരട്ടിയായി തന്നെയുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നൊരു വാർത്ത, ഈ പാകിസ്ഥാന്റെ സൈനിക മേധാവി അയാളെ ഇന്ത്യ നോട്ടമിടുന്നു, ഇയാൾ കുറേ ദിവസങ്ങളായി ഒളിവിലാണ്, ബങ്കറിലേക്ക് മാറിയിരിക്കുന്നു എന്നതടക്കമുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നു. അത്തരത്തിൽ ഇന്ന് ഉള്ള കാര്യങ്ങൾ കൂടി നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് ഈ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള യോഗം ചേരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇന്നെടുക്കുന്ന നിലപാടുകൾ, ഇന്ന് ഈ യോഗത്തിൽ എന്തൊക്കെ ചർച്ചയാകും, അതിനുശേഷം എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതാണ് ഏറ്റവും നോക്കിയിരുന്ന് കാണേണ്ടത്. എന്തായാലും ആ തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ആ യോഗത്തിന് ശേഷമേ അറിയാൻ കഴിയൂ. അതുപോലെ തന്നെ രാഷ്ട്രീയ കാര്യങ്ങൾക്കുള്ള കേന്ദ്ര മന്ത്രിസഭാ യോഗവും ഇന്ന് ചേരുന്നുണ്ട്. ആ യോഗത്തിൽ നിലവിലെ സ്ഥിതിഗതികൾ പ്രധാനമന്ത്രി വിശദീകരിക്കുകയും ചെയ്യും. തീർച്ചയായും ആന്റണി, എന്തായാലും അന്താരാഷ്ട്ര തലത്തിൽ ഒരു അന്വേഷണത്തിന് തങ്ങൾ സന്നദ്ധരാണ് എന്ന് പാകിസ്ഥാൻ അടക്കം അറിയിച്ചിരുന്നു. ഇന്ത്യയുടെ ഒരു പ്രതികരണം കൂടിയാണ് ശരിക്കും ആ ഒരു അന്താരാഷ്ട്ര തല അന്വേഷണം അംഗീകരിക്കുന്ന തരത്തിൽ ഇനി വരാനുള്ളത് എന്നുകൂടി തോന്നുന്നു. തീർച്ചയായും പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ ആവശ്യപ്പെട്ടത് ചൈനയും റഷ്യയും ഉൾപ്പെട്ട ഒരു അന്വേഷണമാണ്. അവർ നടത്തുന്ന ഒരു അന്താരാഷ്ട്ര അന്വേഷണമാണ് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടത്. ചൈനയെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിന് ഇന്ത്യ നിലവിൽ തയ്യാറാകില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ചൈന നിലവിൽ പാകിസ്ഥാന്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ്. നേരത്തെ പാകിസ്ഥാനെ പരസ്യമായി പിന്തുണച്ച ചൈന പരസ്യ പിന്തുണ പ്രസ്താവന ഇറക്കിയിരുന്നു. മാത്രമല്ല കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാനിലേക്കുള്ള മിസൈലുകൾ അടക്കം ചൈനയിൽ നിന്ന് എത്തിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ഈ രാജ്യങ്ങൾ ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിനോടൊന്നും ഇന്ത്യ നിലവിൽ അനുകൂലമായി പ്രതികരിക്കുന്നില്ല. മറിച്ച് ഇന്ത്യ ഈ പാകിസ്ഥാനെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ഇത്തരത്തിൽ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന, ഭീകരതയ്ക്ക് വളമാകുന്ന നടപടികൾ ആണ് പാകിസ്ഥാൻ സ്വീകരിക്കുന്നത്. ഇത് തുറന്നു കാട്ടുക എന്നുള്ളതാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, UN-ൽ ഇന്ത്യയുടെ പ്രതിനിധി പാകിസ്ഥാനെതിരെ ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. തെമ്മാടി രാജ്യമാണ് പാകിസ്ഥാൻ എന്നുള്ള തരത്തിലാണ് ഇന്നലെ ഇന്ത്യ UN-ൽ പ്രതികരിച്ചത്. ഈ ഭീകരതയെ, ഭീകരന്മാർക്ക് അവർക്ക് പരിശീലനം നൽകുന്നു, അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ നൽകുന്ന ഒരു തെമ്മാടി രാജ്യമാണ് പാകിസ്ഥാൻ എന്നുള്ള തരത്തിലാണ് ഇന്നലെ UN-ൽ അടക്കം ഇന്ത്യ പ്രതികരിച്ചത്. ഇന്ത്യ ഒരു അന്വേഷണം, അത്തരത്തിൽ ഒരു ഏകപക്ഷീയമായ അന്വേഷണത്തിനപ്പുറത്തേക്ക് പാകിസ്ഥാൻ ഇപ്പോഴും ഈ ഇത്തരത്തിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക്, ഭീകരവാദികൾക്ക് ഇന്ത്യക്കെതിരെയുള്ള നീക്കങ്ങൾ ഒക്കെ സഹായം നൽകുന്ന ഒരു നിലയാണുള്ളത്. ഈ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പിന്നിൽ പാകിസ്ഥാന് വ്യക്തമായ പങ്കുണ്ട്. കാരണം ഈ പാക് സൈനിക മേധാവി ഭീകരാക്രമണത്തിന് തൊട്ട് മുൻപ് തന്നെ ഇത്തരത്തിലൊരു ഈ കാശ്മീരിനെ മോചിപ്പിക്കാൻ ക്കുന്നവർക്ക് പൂർണ്ണ പിന്തുണ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ പാകിസ്ഥാൻ ഒരു പിന്തുണ ഈ കാര്യത്തിലുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇന്ത്യ പറയുന്നത്. അത് കൃത്യമായി തന്നെ ലോകരാജ്യങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാനുള്ള, തെളിവ് സഹിതം ഇത് എത്തിക്കാനുള്ള ഒരു നീക്കമാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ശരി.